എല്ലാവർക്കും ഉള്ള സംശയമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ പ്രൈമറി മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നത് എന്ത് തരം കമ്പനികളിലേക്കാണെന്നാണ്. നമുക്ക് ലാർജ് ക്യാപ് കമ്പനീസിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പോകണം, മിഡ് ക്യാപ്പിലേക്ക് പോകണം, സ്മോൾ ക്യാപ്പിലേക്ക് പോകണം. ഹൈലി ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10ഉം 20ഉം 40ഉം പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ട് ഒരു 3 മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ലാർജ് ക്യാപ് ഫണ്ട്, ഒന്ന് മിഡ് ക്യാപ് ഫണ്ട്, ഒന്ന് സ്മോൾ ക്യാപ് ഫണ്ട്. എത്ര ശതമാനം ഏത് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകണം എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റ് അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അധികം റിസ്ക് എടുക്കാനായിട്ടുള്ള റിസ്ക് ആപ്പറ്റൈറ്റ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹയർ പോർഷൻ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ ചോയ്സസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ പേഴ്സണൽ ഫൈനാൻസ് എന്ന് വിളിക്കുന്നത്.